ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കിൻ്റെ ബാക്കി PYQs ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, കൂളോംസ് ലോ ഈസ് സിമിലർ ഇൻ ഫോം ടു ഡാഷ്. അതായത് കൂളോംസ് നിയമം താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് സാമ്യമുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതുമായിട്ടാണ്? ഉത്തരം എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ടാണ്. എന്താണ് കൂളോംസ് ലോ? ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു അല്ലെങ്കിൽ എന്താ F=K ഇൻറ്റു Q1 Q2/R², അല്ലേ? അതുപോലെ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എന്താ? F=G m1 m2/R². രണ്ടുപേർക്കും നല്ല സിമിലാരിറ്റി ഇല്ലേ? അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബോത്ത് ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോസ്, അല്ലേ? രണ്ടും എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ക്യാൻ ബി റിപ്പൾസീവ് ഓർ അട്രാക്റ്റീവ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഗ്രാവിറ്റി എപ്പോഴെങ്കിലും റിപ്പൽ ചെയ്യോ? ഇല്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ചിലപ്പോഴൊക്കെ റിപ്പൾസീവ് ആവാം, ചിലപ്പോഴൊക്കെ അട്രാക്റ്റീവ് ആവാം. അടുത്ത ചോദ്യം, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ് സെപ്പറേറ്റഡ് ബൈ 1 meter ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1 meter അകലത്തിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോണുകൾക്ക് ഇടയിലുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കൂളോംസ് ലോയുടെ ഹെൽപ്പോടുകൂടി F=1/4πε0 Q1 Q2/R² എന്ന ഫോർമുല ഉപയോഗിച്ച് വേണം നമുക്കിത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇലക്ട്രോൺ ആണെന്നറിയാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻⁹ ആണല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ എന്തറിയാം നമുക്ക്? ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ്? 1 meter എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? പിന്നെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം. എന്താണ്? 9 × 10⁻⁹. ഇനി ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പം നമുക്ക് ഉത്തരം കിട്ടും. F=9 × 10⁻⁹ ഇൻറ്റു 1.6 × 10⁻⁻⁹ the whole square ഡിവൈഡഡ് ബൈ 1. 1 ആണ് നമ്മുടെ ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് അത് അവിടെ കൊടുക്കാത്തത്. അപ്പോൾ എന്ത് കിട്ടും? 2.3 × 10⁻⁻28 ന്യൂട്ടൺ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, ഗോസ് ലോ ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഗോസ് ലോ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏത് നിയമവുമായാണ്? കൂളോംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോയുമായിട്ടാണ് ഗോസ് ലോയ്ക്ക് റിലേഷൻ ഉള്ളത്. എന്താണ്? കൂളോംസ് ലോ ഒരു പോയിന്റ് ചാർജിൻ്റെ കാര്യം പറയുന്നുവെങ്കിൽ ഗോസ് ലോ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള എന്താണ് ചാർജിൻ്റെ കാര്യം പറയുന്നു. രണ്ടുപേരും എന്താണ്? നല്ല സിമിലാരിറ്റിയാണ്. ഗോസ് ലോ മാത്തമെറ്റിക്കലി ഫോളോസ് ഫ്രം കൂളോംസ് ലോ ഫോർ എ പോയിന്റ് ചാർജ്. അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഡാഷ്. അതായത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഇത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്, അല്ലേ? കപ്പാസിറ്റൻസ് C=Q/V. 1 ഫാരഡ് എന്ന് പറയുന്നത് എന്താണ്? 1 ഫാരഡ് = 1 Coulomb/volt ആണ്. അടുത്ത ചോദ്യം, ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻക്രീസസ് ഇഫ് ഡാഷ്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴാണ് കൂടുന്നത് എന്നാണ് ചോദ്യം. ആദ്യത്തേത് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഇൻക്രീസസ്. അതായത് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കൂടുമെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റ്. ഇനി അടുത്തത് ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഡിക്രീസസ്. അതായത് പ്ലേറ്റ്സിൻ്റെ ഏരിയ കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന്. അതും തെറ്റ്. ഇനി മൂന്നാമത്തേത് നോക്കാം. എ ഡൈ ഇലക്ട്രിക് സ്ലാബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അത് ശരിയാ, അല്ലേ? നമുക്കറിയാം എന്താണ്? പ്ലേറ്റ്സിനിടയ്ക്ക് ഒരു ഡൈ ഇലക്ട്രിക് വെച്ചാൽ എന്ത് പറ്റും? കപ്പാസിറ്റൻസ് കൂടും. ഇനി അടുത്തത് ടെമ്പറേച്ചർ ഡിക്രീസസ്. അതായത് ടെമ്പറേച്ചർ കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന്. അതും തെറ്റ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? എ ഡൈ ഇലക്ട്രിക് സ്ലാബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. C=K∈0A/D. ഡൈഇലക്ട്രിക് ഇൻക്രീസസ് ബൈ K ടൈംസ്, അല്ലേ? ഹയർ C.
പിന്നെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം? C=K∪0A/Dയിൽ നിന്ന് ഏരിയ എപ്പോഴും കൂടിയിരിക്കണം അല്ലേ, കപ്പാസിറ്റൻസ് കൂടാനായിട്ട്. അതുപോലെ ഡിസ്റ്റൻസ് എപ്പോഴും കുറഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 2 capacitors of 3 microfarad and 6 microfarad are connected in series. The equivalent capacitance is dash. അതായത് 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം അവിടുത്തെ. അപ്പോൾ സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് ഫോർമുല വരുന്നത്? 1/C equivalent is equal to 1/C1 plus 1/C2 plus അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ വാല്യൂസ്. അപ്പോൾ എന്താണ്? 1/C equivalent is equal to 1/3 plus 1/6 that is equal to 1/2. അപ്പോൾ C equivalent ആകുമ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 2 microfarad എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് ഡബിൾഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം ബിക്കംസ് ഡാഷ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? 2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരട്ടിയാക്കുന്നു. അപ്പോൾ അവരുടെ ഫോഴ്സിന് എന്ത് പറ്റുമെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്? ബൈ കൂളോംസ് ലോ നമുക്കറിയാം F പ്രൊപ്പോർഷണൽ ടു 1/r², അല്ലെങ്കിൽ എഫ് എന്താണ്? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്? 6 ഡബിൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ എന്ത് പറ്റും? ഫോഴ്സ് എന്ന് പറയുന്നത് 4/1 കുറയും. ഫോഴ്സ് റെഡ്യൂസസ് ബൈ ഫാക്ടർ 4. അടുത്ത ചോദ്യം, ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് ഡാഷ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അതെപ്പോഴും എങ്ങനെയായിരിക്കും? എലോങ് ദ ലൈൻ ജോയിനിങ് ദം. അതായത് 2 ചാർജസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്തിന്? ഫോഴ്സിനുണ്ടായിരിക്കുക. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. കൂളോം ഫോഴ്സ് ആക്ട്സ് അലോങ് ദ ലൈൻ കണക്റ്റിംഗ് ദ 2 പോയിൻറ്റ് ചാർജസ്. എന്താണ്? 2 പോയിൻറ്റ് ചാർജസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന് എലോങ് ആയിട്ടായിരിക്കും എന്താ ആക്ട് ചെയ്യുന്നത്? കൂളോംസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ എയർ 2 പോയിൻറ്റ് ചാർജസ് ഈച്ച് ഓഫ് +1 microcoulomb are separated by 0.1 meter. The force between them is dash. എന്താണ്? നമുക്ക് 2 പോയിൻറ്റ് ചാർജസ് തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ് ചാർജസിൻ്റെ വാല്യൂ എന്താണ്? 2ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് +1 മൈക്രോകൂളംബ് ആണ്. അതിൻ്റെ സെപ്പറേഷൻ, ആ ഡിസ്റ്റൻസ് എന്താണ്? 0.1 മീറ്റർ ആണ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? F is equal to 1/4πε0 Q1 Q2/r² എന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം? 1/4πε0ൻ്റെ വാല്യൂ അറിയാം, 9 × 10⁻⁹ ആണെന്ന്. അതുപോലെ നമുക്കിവിടെ +1 മൈക്രോ കൂളോംബിലാണ് തന്നേക്കുന്നത്. അതിനെ കൂളോംബിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? 1 × 10⁻⁻6 എന്ന് വരും. അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ, 2നും ഒരേ ചാർജാണ്. അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.1². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.9 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 9 × 10⁻⁹ മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻6 the whole square ഡിവൈഡഡ് ബൈ 0.1 the whole square. അപ്പോൾ എന്ത് കിട്ടും? 0.9 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സ്. അടുത്ത ചോദ്യം, ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് റിലേറ്റ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് c ആൻഡ് മാഗ്നറ്റിക് കോൺസ്റ്റൻറ്റ് μ0 ആസ് ഡാഷ്. ഇവിടെ എന്താണ് പറയുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ലൈറ്റിൻ്റെ സ്പീഡിനും മാഗ്നറ്റിക് കോൺസ്റ്റൻറ്റ് μ0യ്ക്കും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടെന്നാൽ മതി. എന്താണ് ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഡിറൈവ്ഡ് ഫ്രം മാക്സ്വെൽ ഇക്വേഷൻസ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ അറ്റ് സ്പീഡ് c is equal to 1/√of μ0 × ε0. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. c is equal to 1/√of μ0 × ε0. ഇത് ഇവിടെ എന്താണ്? ε0 എന്ന് പറയുന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ വെക്റ്റർ ഫോം ഓഫ് കൂളോംസ് ലോ ഒബെയ്സ് വിച്ച് പ്രിൻസിപ്പിൾ. അതായത്
കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം ഏത് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഏത് പ്രിൻസിപ്പിളാണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഒബേ ചെയ്യുന്നത്. എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്? എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. ഇവിടെ എന്താണ് നമ്മുടെ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമിന് എന്താണ് നമുക്കറിയാം, രണ്ട് ചാർജസ് ഉണ്ട് വിച്ച് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വിച്ച് ആക്ട്സ് അലോങ് ദ സെയിം ലൈൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. അടുത്ത ചോദ്യം, 3 equal capacitors are provided. In which of the following combinations will the least equivalent capacitance be obtained? എന്താണ്, നമുക്ക് ഒരേപോലത്തെ 3 കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ താഴെ പറയുന്നതിൽ ഏത് കോമ്പിനേഷനിൽ വെക്കുമ്പോഴായിരിക്കും ടോട്ടൽ കപ്പാസിറ്റൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുക എന്നാണ് ചോദ്യം. ലീസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതിലായിരിക്കും? ഓൾ ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും എന്ത് കപ്പാസിറ്റൻസ് ഏറ്റവും കുറവ്. കാരണം എന്താ? സീരീസ് കണക്ഷൻ ഗീവ്സ് ദ ലോവസ്റ്റ് ഇക്വലൻറ്റ്. എങ്ങനെയാണ് സീരീസ് കണക്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? 1/C ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അല്ലേ ഇവിടെ. അപ്പോൾ സീരീസിലാണ് ഏറ്റവും കുറവ് കപ്പാസിറ്റൻസ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഗോസ് ലോ the net electric flux through a closed surface that encloses no net charge is dash. അതായത് ഗോസ് ലോ അനുസരിച്ച് എന്താണ്, ഒരു ക്ലോസ്ഡ് സർഫസിൽ എന്താണ് ഒരു ചാർജ് ഇല്ലാത്ത ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. എന്തായിരിക്കും? 0. കാരണം എന്താ? ഗോസ് ലോ എന്താ പറയുന്നത്? phi is equal to Q enclosed by epsilon 0 എന്നാണ് അല്ലേ. അതായത് ചാർജ് എൻക്ലോസ്ഡ് ബൈ പെർമിറ്റിവിറ്റി. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ഇവിടെ 0 ആണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം, ഇൻ എ പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ദ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഈസ് ഡാഷ്. അതായത് ഒരു പാരലൽ കണക്ഷനിൽ എന്തായിരിക്കും ടോട്ടൽ കപ്പാസിറ്റൻസ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും? എങ്ങനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ്റെ ഫോർമുല? C ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം വരിക? സം ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. അതായത് ഓരോ കപ്പാസിറ്റൻസിൻ്റെയും സം എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പാരലൽ കണക്ഷനിലെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, ഗോസ് ലോ ക്യാൻ ബി യൂസ്ഡ് കൺവീനിയൻ്റ്ലി വെൻ ഡാഷ്. അതായത് നമുക്ക് ഗോസ് ലോ വളരെ കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് സിമ്മെട്രി. അതായത് ചാർജ് ഡിസ്ട്രിബ്യൂഷന് ഒരു സിമ്മെട്രി ഉണ്ടായിരിക്കുമ്പോഴാണ് എന്ത് കൂടുതൽ ഉപയോഗപ്രദമായി വരുന്നത്? ഗോസ് ലോ കൂടുതൽ ഉപയോഗപ്രദമായി വരുന്നത്. എന്താണ് സിമ്മെട്രി എന്ന് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി, ഒരു ഷേപ്പ്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ്. ഫോർ എക്സാമ്പിൾ എന്താ? സിലിണ്ടറോ സ്പിറിക്കലോ അല്ലെങ്കിൽ പ്ലനാറായിട്ടുള്ളതോ അങ്ങനെയൊക്കെ ഉള്ളത് ആവുമ്പോഴാണ് ഗോസ് ലോ കൂടുതൽ കൺവീനിയൻറ്റ്. അല്ലെങ്കിലും പറ്റും, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും സോൾവ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഒരു സിമ്മെട്രി ഉണ്ടെങ്കിലാണ് ഗോസ് ലോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്യൂബ് എൻക്ലോസിങ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഡാഷ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യൂബിലൂടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഏത് ലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഗോസ് ലോ ആണ് അല്ലേ. എന്താ പറയുന്നത്? phi is equal to Q enclosed by epsilon 0 എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ Q എന്താണ്? ഇവിടെ ഡൈപോൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും ഏതിനകത്തിരിക്കുക? നമ്മുടെ ക്യൂബിനകത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്? അപ്പോൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിപ്പോവും? 0 ആയിപ്പോവും. എങ്ങനെ? പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഗോസ് ലോ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? phi ഈസ് ഈക്വൽ ടു 0 ബൈ എപ്സിലോൺ 0 എന്ന് വരും. അപ്പോൾ എന്താവും? ഫ്ലക്സും 0 ആയിപ്പോവും.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എ ഡൈപോൾ ഹാസ് ഈക്വൽ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. സോ ടോട്ടൽ എൻക്ലോസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ടു 0. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0. അടുത്ത ചോദ്യം. എ 4 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു 12 വോൾട്ട്. ദ എനർജി സ്റ്റോർഡ് ഈസ് ഡാഷ്. എന്താണ്? ഇവിടെ നമുക്ക് എനർജി സ്റ്റോർഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനർജി സ്റ്റോർഡിൻ്റെ ഫോർമുല എന്താണ്? U ഈസ് ഈക്വൽ ടു ½ CV², അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സിയും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? 4 മൈക്രോഫാരഡാണ് തന്നേക്കുന്നത്. അപ്പോൾ മൈക്രോഫാരഡിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 10⁻⁻6 കൊണ്ട് ചെയ്യണം. അപ്പോൾ 4 × 10⁻⁻6 ഫാരഡ് ആവും. അതുപോലെ എന്താണ് നമുക്കിത് എന്നിട്ട് നമുക്ക് ഈ വാല്യൂ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ½ × 4 × 10⁻⁻6 × 12². 12² എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 2.88 × 10⁻⁻4 ജൂൾ എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ദ വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫോർ എ പെർഫെക്റ്റ് കണ്ടക്ടർ ഈസ് ഡാഷ്. എന്താണ്? ഒരു പെർഫെക്റ്റ് കണ്ടക്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എന്താണ്? ഇൻഫിനിറ്റി ആയിരിക്കും. എക്സ്പ്ലനേഷൻ എന്താണ്? ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 0. സോ K ഈസ് ഈക്വൽ ടു ε/ε0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അടുത്ത ചോദ്യം. ദ പോളറൈസേഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് ഈസ് ഡാഷ്. എന്താണ്? ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ പോളറൈസേഷൻ എങ്ങനെയാണെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? P ഈസ് ഈക്വൽ ടു P/V. ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് എന്ത്? ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ചോദ്യം. ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആർ പുൾഡ് അപ്പാർട്ട് വൈൽ ഡിസ്കണക്റ്റഡ് ഫ്രം ബാറ്ററി. ഇറ്റ്സ് കപ്പാസിറ്റൻസ് ഡാഷ്. എന്താണ്? നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സ് പുൾ അപ്പാർട്ടാണ്. പുൾ അപ്പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? വലിച്ച് അകത്തുവാണ്. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കപ്പാസിറ്റൻസിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്? പ്ലേറ്റ്സിൻ്റെ അകലം കൂടുന്തോറും എന്ത് പറ്റും? കപ്പാസിറ്റൻസ് കുറഞ്ഞു പോകും, അല്ലേ? പ്ലേറ്റ്സ് അടുത്തടുത്തിരുന്നാലാണ് കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടാവുക. അപ്പോൾ പ്ലേറ്റ്സ് ഇവിടെ വലിച്ച് അകറ്റുവാണെങ്കിൽ എന്ത് പറ്റും? കപ്പാസിറ്റൻസ് കുറഞ്ഞു പോകും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. C ഈസ് ഈക്വൽ ടു ε0A/D. അങ്ങനെ ഒരു ഫോർമുല ഉണ്ടല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ D, ആ D ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിയാൽ കപ്പാസിറ്റൻസ് കുറഞ്ഞു പോകും. അടുത്ത ചോദ്യം. ഇഫ് എ 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആൻഡ് എ 20 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദെയർ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് ഈസ് ഡാഷ്. അതായത് ഇവിടെ എന്താണ്? ഒരു 10 മൈക്രോഫാരഡ് കപ്പാസിറ്ററും ഒരു 20 മൈക്രോഫാരഡ് കപ്പാസിറ്ററും പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ്? C ഇക്വാലൻ്റ് ഈസ് ഈക്വൽ ടു C1 + C2, അല്ലേ? അപ്പോൾ ഇവിടെ 10 + 20 എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 30 മൈക്രോഫാരഡ് എന്ന് കിട്ടും. അടുത്ത ചോദ്യം. 2 capacitors of capacitance C1 and C2 are connected in series. The equivalent capacitance is maximum when dash. അതായത് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1ഉം C2 ആണ്. അവരെ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ അവരുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് എപ്പോഴായിരിക്കും മാക്സിമം എന്നാണ് ചോദിക്കുന്നത്. അതായത് മാക്സിമം ആയിട്ട് വരുന്നത് എപ്പോഴാണ്? കൂടുതൽ കപ്പാസിറ്റൻസ് കിട്ടുന്ന സാഹചര്യം താഴെ തന്നിരിക്കുന്നവയിൽ എപ്പോഴാണെന്നാണ് ചോദ്യം. C1 ഗ്രേറ്റർ ദാൻ C2, അതായത് C2നേക്കാളും C1 കൂടിയിരിക്കുമ്പോൾ C1 ഈസ് ഈക്വൽ ടു C2, രണ്ടുപേരുടെയും വാല്യൂ ഒന്നായിരിക്കുമ്പോൾ C1 ലെസ് ദാൻ C2 എന്ന് വെച്ചാൽ C2നേക്കാളും C1 കുറഞ്ഞിരിക്കുമ്പോൾ ഇതൊന്നുമല്ല. എന്താണ് ഉത്തരം? ഉത്തരം എന്ന് പറഞ്ഞാൽ C1 ഈസ് ഈക്വൽ ടു C2, അതായത് 2 കപ്പാസിറ്റേഴ്സിൻ്റെയും കപ്പാസിറ്റൻസ് ഈക്വൽ ആയിരിക്കുമ്പോഴായിരിക്കും സീരീസ് കണക്ഷനിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുക. സീരീസ് കോമ്പിനേഷൻ ഗീവ്സ് ഹയസ്റ്റ് C ഇക്വലൻറ്റ് വെൻ ബോത്ത് ആർ ഈക്വൽ. ഇതൊന്ന് ഓർത്ത് വച്ചേക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, എ കപ്പാസിറ്റർ കണ്ടെയ്ൻസ് എയർ ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഇഫ് എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈക്ക whose dielectric constant K is equal to 6, its capacitance dash. അതായത് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ പ്ലേറ്റ്സിനിടയിൽ ഇപ്പോൾ എയർ ആണുള്ളത്. ആ എയറിനെ റീപ്ലേസ് ചെയ്ത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഉള്ള മൈക്ക നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് വരുന്ന മാറ്റം എന്തെന്നാണ് ചോദ്യം. എന്താണ് കപ്പാസിറ്റൻസ്? 6 ടൈംസ് ലാർജറായിട്ട് മാറും. കാരണം എന്താണ്, നമ്മൾ ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒരു കപ്പാസിറ്ററിൽ ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് അത് കൂടും അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ എയറിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു, ഇവിടെ മൈക്കയുടേത് 6 ആണ്. അപ്പോൾ എന്താവും, 6 ടൈംസ് കപ്പാസിറ്റൻസ് കൂടും. That is C dash is equal to K into C. With K is equal to 6, C dash will become 6C അല്ലേ. അതായത് വേറൊന്നുമില്ല, കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ബൈ ദ ഫാക്ടർ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ 2 വീഡിയോയിലായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYQs ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിയൻറ്റ് കറണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.